പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 1990-നും 2000-നും ഇടയിലുള്ള ആ ഒരു സുവർണ്ണ കാലഘട്ടത്തിൽ വലിയ ബഹളങ്ങളൊന്നും തന്നെ ഇല്ലാതെ വന്ന് അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ പോയ, എന്നാൽ കണ്ടുകഴിഞ്ഞാൽ നിങ്ങളെ ഞെട്ടിക്കുന്ന ചില മാരക ക്രൈം ത്രില്ലർ സിനിമകളുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അങ്ങനെയുള്ള 10 മികച്ച വിദേശ ക്രൈം ത്രില്ലർ സിനിമകളെക്കുറിച്ചിട്ടാണ്. ഇതിൽ ഭൂരിഭാഗം സിനിമകളും നിങ്ങൾ ഇതുവരെയും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകില്ല. ഇതിലാദ്യത്തെ സിനിമ 1997-ൽ പുറത്തിറങ്ങിയ ക്യൂർ. ഇതൊരു ജാപ്പാനീസ് സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ സിനിമയാണ്. ഇതിന്റെ കഥാതന്തു വളരെ ലളിതമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു നഗരത്തിൽ കുറച്ച് കൊലപാതകങ്ങൾ നടക്കുകയാണ്. ഇതിന്റെ വിചിത്രമായ കാര്യം എന്തെന്നാൽ, കൊലപാതകം ചെയ്ത ആളുകൾക്ക് തങ്ങൾ എന്തിനാണത് ചെയ്തതെന്നോ എങ്ങനെയാണ് ചെയ്തതെന്നോ ഒരു ഓർമ്മയുമില്ല. അവരൊക്കെ സാധാരണക്കാരായ മനുഷ്യരായിരുന്നു. ഈ കേസ് അന്വേഷിക്കാൻ വരുന്ന ഒരു ഡിറ്റക്റ്റീവിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. ഇത് വെറുമൊരു കൊലപാതക കഥ മാത്രമല്ല, നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഒരു തരം ഹിപ്നോട്ടിക് അനുഭവം തരുന്ന ഒരു സിനിമ കൂടിയാണ്. ഹോളിവുഡ് സിനിമകൾ മാത്രം കണ്ടു മടുത്തവർക്ക് ഇതൊരു പുതിയ അനുഭവമായിരിക്കും. രണ്ടാമതായിട്ട് എ സിമ്പിൾ പ്ലാൻ. സാം റാമി സംവിധാനം ചെയ്ത ഈ ചിത്രം 1998-ലാണ് പുറത്തിറങ്ങിയത്. മഞ്ഞുമൂടി കിടക്കുന്ന ഒരു കാട്ടിൽ തകർന്നു വീണ ഒരു ചെറിയ വിമാനത്തിൽ നിന്ന് 3 സാധാരണക്കാർക്ക് ഒരു പെട്ടി നിറയെ പണം കിട്ടുന്നു. ഏകദേശം $4.4 മില്യൺ. ആരും കാണാത്ത ഈ പണം വീതിച്ചെടുക്കാൻ അവരൊരു സിമ്പിൾ പ്ലാൻ തയ്യാറാക്കുകയാണ്. എന്നാൽ പണത്തോടുള്ള അത്യാഗ്രഹവും സംശയവും അവരുടെ ജീവിതത്തെ എങ്ങനെ വലിയ ദുരന്തത്തിലേക്ക് എത്തിക്കുന്നുവെന്നതാണ് സിനിമ പറയുന്നത്. ഒരു ചെറിയ തെറ്റെങ്ങനെ മനുഷ്യനെ ഒരു ക്രൂരനായ കുറ്റവാളിയാക്കി മാറ്റുമെന്ന് ഈ സിനിമ കാണിച്ചു തരുന്നുണ്ട്. ഒട്ടും ലാഗില്ലാത്ത മികച്ച ഒരു ത്രില്ലർ സിനിമയാണിത്. അടുത്തായി ഫോളോവിംഗ്. ഇന്ന് ലോക സിനിമയിലെ ഏറ്റവും വലിയ സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ പലരും പറയുന്ന പേര് ക്രിസ്റ്റഫർ നോളർ എന്നാണ്. എന്നാൽ നോളന്റെ ആദ്യ സിനിമ ഏതാണെന്ന് എത്ര പേർക്കറിയാം? അതാണ് 1998-ൽ പുറത്തിറങ്ങിയ ഫോളോവിംഗ്. വെറും $6000 ബഡ്ജറ്റിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്ത ഒരു പരീക്ഷണ ചിത്രമാണിത്. കഥയിലെ നായകൻ ഒരു എഴുത്തുകാരനാണ്. പുതിയ കഥാപാത്രങ്ങളെ കണ്ടെത്താൻ അവൻ റോഡിലൂടെ പോകുന്ന അപരിചിതരായ ആളുകളെ രഹസ്യമായി പിന്തുടരാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരു ദിവസം അവൻ ഒരു കള്ളനെ പിന്തുടരുകയും അറിയാതെ ഒരു വലിയ ക്രൈം ലോകത്തിന്റെ കെണിയിൽ ചെന്ന് പെടുകയും ചെയ്യുന്നു. നോളന്റെ പിൽക്കാല സിനിമകളിലെ ആ ഒളിച്ചുകളെയും ട്വിസ്റ്റുകളും ഈ ആദ്യ സിനിമയിൽ തന്നെ നമുക്ക് കാണാനും സാധിക്കും. അടുത്തായിട്ട് ബൗണ്ട്. 1996-ൽ പുറത്തിറങ്ങിയ ഒരു സിനിമയാണിത്. മാട്രിക്സ് സിനിമകൾ സംവിധാനം ചെയ്ത വച്ചോവ്സ്കി സഹോദരങ്ങളുടെ ആദ്യ സിനിമയാണിത്. 1996-ൽ പുറത്തിറങ്ങിയ ബൗണ്ട് മാഫിയ സംഘത്തിന്റെ പണം കൈകാര്യം ചെയ്യുന്ന ഒരാളുടെ കാമുകിയും ജയിലിൽ നിന്നിറങ്ങി അവിടുത്തെ അപ്പാർട്ട്മെന്റിൽ പണിക്ക് വരുന്ന ഒരു സ്ത്രീയും തമ്മിലുള്ള കൂട്ടുകെട്ടിന്റെ കഥയാണ് പറയുന്നത്. അവർ രണ്ടുപേരും ചേർന്ന് മാഫിയയുടെ മില്യൺ കണക്കിന് ഡോളർ അടിച്ചുമാറ്റാൻ ഒരു പദ്ധതിയിടുന്നു. ഒരു അപ്പാർട്ട്മെന്റിൽ നടക്കുന്ന പ്ലാനിങ്ങും മാഫിയ സംഘം ഇവരെ സംശയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉദ്വേഗജനകമായ നിമിഷങ്ങളും ശ്വാസമടക്കി പിടിച്ചാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ മികച്ച ഒരു നിയോ നോയർ ത്രില്ലർ സിനിമ കൂടിയാണിത്. അടുത്തായിട്ട് ഇൻസോംനിയ. നിങ്ങളിൽ പലരും അൽ പാച്ചിനോ അഭിനയിച്ച ഇൻസോംനിയ കണ്ടിട്ടുണ്ടാകും. എന്നാൽ അത് 1997-ൽ ഇറങ്ങിയ ഒറിജിനൽ നോർജീവിയൻ സിനിമയുടെ റീമേക്കാണ്. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ആ ഒറിജിനൽ സിനിമയെക്കുറിച്ചാണ്. നോർവേയിലെ ഒരു പ്രത്യേക പ്രദേശത്തെപ്പോഴും പകൽ വെളിച്ചമായിരിക്കും, രാത്രി ഉണ്ടാകില്ല. അവിടെ നടക്കുന്ന ഒരു കൊലപാതകം അന്വേഷിക്കാൻ ഒരു ഡിറ്റക്റ്റീവ് എത്തുകയാണ്. എന്നാൽ അവിടുത്തെ കാലാവസ്ഥ കാരണം അയാൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഉറക്കമില്ലായ്മയും മാനസിക സമ്മർദ്ദവും കാരണം അയാൾക്ക് സംഭവിക്കുന്ന തെറ്റുകളും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. റീമേക്കിനേക്കാൾ എത്രയോ മുകളിലാണ് ഈ ഒറിജിനൽ പതിപ്പെന്ന് ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അടുത്തായിട്ട് വൺ ഫാൾസ് മൂവ്. 1992-ൽ പുറത്തിറങ്ങിയ വളരെ റിയലിസ്റ്റിക്കായ ഒരു ക്രൈം ചിത്രമാണിത്. ലോസ് ഏഞ്ചൽസിൽ വലിയൊരു കൊലപാതകവും കൊള്ളയും നടത്തി രക്ഷപ്പെടുന്ന ഒരു ക്രിമിനൽ സംഘം ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് വരുന്നു. അവരെ പിടികൂടാൻ കാത്തിരിക്കുന്ന ആ ഗ്രാമത്തിലെ ലോക്കൽ ഷെരീഫിന്റെ കഥയാണിത്. ഈ സിനിമയുടെ തിരക്കഥയും കഥാപാത്രങ്ങളുടെ പെരുമാറ്റവും വളരെ നാച്ചുറലാണ്. സാധാരണ ഹോളിവുഡ് സിനിമകളിൽ കാണുന്നത് പോലെ നായക പരിവേഷങ്ങളോ അനാവശ്യമായ ഫൈറ്റുകളോ ഇതിലില്ല. ക്രൈം സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണിത്. അടുത്ത് ദ ലാസ്റ്റ് സെഡക്ഷൻ. ക്രൈം സിനിമകളിൽ എപ്പോഴും വില്ലന്മാർ പുരുഷന്മാരായിരിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. ഒരു സ്ത്രീ വിചാരിച്ചാൽ എത്ര ബുദ്ധിപരമായി വലിയൊരു ക്രൈം പ്ലാൻ ചെയ്യാൻ കഴിയും എന്ന് കാണിച്ചു തരുന്ന ഒരു സിനിമയാണിത്. ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വലിയൊരു തുകയുമായി മുങ്ങാനായി ഒരു നായിക ഒരു ചെറിയ ടൗണിൽ ഒളിവിൽ താമസിക്കുന്നു. അവിടെ വെച്ച് അവളെ പ്രണയിക്കുന്ന ഒരു സാധാരണക്കാരനെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് സിനിമ പറയുന്നത്. നായികയുടെ കൗശലപൂർവമായ ബുദ്ധിയാണ് ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം. അടുത്തായിട്ട് ദ ലൈമി. ഇതൊരു റിവഞ്ച് ക്രൈം ത്രില്ലറാണ്. 1999-ൽ പുറത്തിറങ്ങിയ ഈ സിനിമ ജയിലിൽ നിന്നിറങ്ങുന്ന ഒരു ബ്രിട്ടീഷ് കുറ്റവാളി തന്റെ മകളുടെ വിചിത്രമായ മരണത്തിന്റെ സത്യമറിയാൻ വേണ്ടി ലോസ് ആഞ്ചലസിലേക്ക് പോകുന്നതാണ്. അവൾ മരിച്ചതല്ല, ആരോ കൊന്നതാണ് എന്നയാൾ മനസ്സിലാക്കുന്നു. തുടർന്ന് അയാൾ നടത്തുന്ന അന്വേഷണവും പ്രതികാരവുമാണ് ഈ സിനിമ. ഈ സിനിമയുടെ ഒരു എഡിറ്റിംഗ് ശൈലി തന്നെ വളരെ വ്യത്യസ്തമാണ്. ഭൂതകാലവും വർത്തമാനകാലവും കൂടിച്ചേരുന്ന ആഖ്യാന ശൈലിയാണ് സിനിമ അവതരിപ്പിക്കുന്നത്. അവസാനമായിട്ട് ഹാർഡ് എയ്റ്റ്. പ്രശസ്ത സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സിന്റെ ആദ്യ ചിത്രമാണിത്.
കാസിനോകളുടെയും ചൂതാട്ടങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഈ കഥ നടക്കുന്നത്. പ്രായമായ ഒരു പ്രൊഫഷണൽ ചൂതാട്ടക്കാരൻ പണമില്ലാതെ വിഷമിക്കുന്ന ഒരു യുവാവിനെ സഹായിക്കുന്നു. അയാൾ അവനെ ചൂതാട്ടത്തിന്റെ തന്ത്രങ്ങൾ പഠിപ്പിക്കുകയും സ്വന്തം മകനെ പോലെ കൂടെ നിർത്തുകയും ചെയ്യുന്നു. എന്നാൽ അവർക്കിടയിലേക്ക് ഒരു സുരക്ഷാ ജീവനക്കാരനും ഒരു സ്ത്രീയും വരുന്നതോടെ കഥ തിരിയുകയാണ്. മനുഷ്യബന്ധങ്ങളുടെ ആഴവും ക്രൈം ലോകത്തിന്റെ ഇരുണ്ട വശങ്ങളും ഒരുപോലെ കാണിക്കുന്ന മനോഹരമായ ഒരു സിനിമയാണിത്. 1990, 2000 കാലഘട്ടങ്ങളിലെ അധികമാരും ചർച്ച ചെയ്യാതെ പോയ 10 മികച്ച വിദേശ ക്രൈം ത്രില്ലറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയത്. ഇതിലേതെങ്കിലും സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.